സിവിൽ സർവീസിൽ 57ാം റാങ്ക് നേടിയ ശ്രീജ ജയസിന് പറയാനുള്ളത് കഠിനാധ്വാനത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും കഥയാണ്. ഈ വീടിൻ്റെ ഓരോ ചുവരുകളും പറയും ശ്രീജയുടെ പഠന രീതി. അങ്ങനെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ 57ാം റാങ്ക് സിവിൽ സർവീസിൽ നേടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ശ്രീജ. അല്ലേ ശ്രീജ? അതെ, വളരെയധികം സന്തോഷമുണ്ട്. ഇത് ആദ്യ അറ്റംപ്റ്റ് ആണോ? അതെ, ഇത് ആദ്യ അറ്റംപ്റ്റ് ആണ്. എത്ര കാലത്തെ പ്രയത്നമാണ്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് മെയ് 2024 അപ്പം വന്ന ഉടനെ ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും സിവിൽ സർവീസ് നേടണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും പ്രയത്നമായിരുന്നു. ഇന്നത് ആരെങ്കിലും പ്രചോദനമുണ്ടോ ഇതിന്? സത്യം പറഞ്ഞാൽ ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം നമ്മുടെ ഹരിത മാം ഓൾ ഇന്ത്യ റാങ്ക് 1 മേടിച്ചു. അപ്പം പത്രത്തിലൊക്കെ വലിയ വാർത്തയായി. അത് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് ഇതെന്താ എക്സാം എന്നൊക്കെ. അന്ന് മുതലേ മനസ്സിലൊരു സ്വപ്നമുണ്ട്. പിന്നെ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പം സത്യം പറയുവാണെങ്കിൽ എൻ്റെ ഫുൾ മോട്ടിവേഷൻ എൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ്. അമ്മയും അച്ഛൻ്റെ പ്രയത്നം തന്നെയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും. അമ്മ പഴയ PG കാരിയാണ്. അതെ, PG കാരിയാണ്. അതെ. അപ്പൊ അമ്മ തന്നെയാണ് പഴയ കാലത്ത് ട്യൂഷനൊക്കെ എടുത്തോണ്ടിരുന്നത്? അതെ അതെ, വളരെ ചെറിയ പ്രായം മുതൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നതും 9ാം ക്ലാസ് വരെ അമ്മ എന്നെ കൂടെ ഇരുത്തി പഠിപ്പിച്ചു തരുമായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ തന്നെ പഠിച്ചു തുടങ്ങിയത്. അതുവരെ അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ കൂലിപ്പണിയാണ് അല്ലേ? സാധാ മേശരിപ്പണിയൊക്കെ ചെയ്താണ് അച്ഛന്റെ ജീവിതം. പക്ഷെ മകളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും അമ്മയും അച്ഛനും ഇതുവരെ വെച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. അവരെപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും അതെ മക്കളെ നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്താൽ മതി, ഞങ്ങൾ ഫുൾ സപ്പോർട്ടോടെ നിന്റെ കൂടെ ഉണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ട്രബിൾസ് ഒന്നും എന്നെ അറിയിക്കാണ്ട് അവരെന്നെ വളർത്തി. ഞാൻ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ അമ്മയുടെയും അച്ഛൻ്റെയും പ്രോത്സാഹനമാണ് ഇന്ന് ശ്രീജയെ സിവിൽ സർവീസിന്റെ 57ാം റാങ്ക് കാരിയാക്കിയത് അല്ലേ? അവരുടെ കഠിന പ്രയത്നമാണ് ഇതിന് പിന്നിൽ. ശ്രീജ പഠിച്ചെങ്കിലും അവരാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് അല്ലേ? എല്ലാ വിഷയത്തിനും എല്ലാം ജയിക്കും എന്നുള്ള ഉറപ്പ് നൽകിയത് ഈ അമ്മയും അച്ഛനും. അവരുടെ ഒരു കഠിന പ്രയത്നമാണ്. അതെ. ഐച്ഛിക വിഷയമായിട്ട് എടുത്ത ഏതായിരുന്നു? ഞാൻ പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ് എടുത്തത്. കാരണം എൻ്റെ BA MA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. ഈ ചുവരിലൊക്കെ എഴുതി വെക്കുമായിരുന്നു അല്ലേ? ഒരു കോൺഫിഡന്റ് വരാൻ വേണ്ടിയല്ലേ അത് ചെയ്തത്? അതെന്താണ് ചുവരിൽ എഴുതി വെക്കുന്നത്? അത് ഞാൻ 10ലും +2ലൊക്കെ സെയിം പരിപാടി ചെയ്തിട്ടുണ്ട്. 10ൽ ഫുൾ A+, +2ൽ 1200. അപ്പം ഇതെനിക്ക് എപ്പോഴും ഒരു ആങ്കർ ആയിരുന്നു. ലൈക്ക് എനിക്ക് പഠിക്കാനൊരു മോട്ടിവേഷനും ഉഴപ്പാണ്ട് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ആ ഒരു ഫയർ എനിക്ക് കിട്ടാനാണ് ഞാനിത് എഴുതി വെക്കുന്നത്. ഇപ്പം UPSCയുടെ ഞാൻ എഴുതി വെച്ചു. ഞാൻ 15 എഴുതി വെച്ചത്. അതെനിക്കൊരു ആങ്കർ ആയിരുന്നു. അപ്പം എനിക്ക് 57 കിട്ടി. 57 കിട്ടിയത് വലിയ സംഭവം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ കിട്ടിയത്. പുതുതായി സിവിൽ സർവീസിൽ പ്രയത്നിക്കുന്നവർക്കും ശ്രീജ നൽകുന്ന ഉപദേശമുണ്ട്. എന്താണ്? എനിക്ക് പറയാനുള്ളത്, ആഗ്രഹം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്തുകൊണ്ടും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഞാനും അതാണ് ചെയ്തത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യാനും ഞാൻ റെഡി ആയിരുന്നു, ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പം ഇത് ഒത്തിരി സെറ്റ് ബാക്സ് വരും. ജയവും തോൽവിയും ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ റാങ്കിനേക്കാളും ഒക്കെ ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്കിൽസ് ഒക്കെ എന്തായാലും കിട്ടുന്ന ഒരു എക്സാമാണ്. ഒരു ലോങ് ജേർണി. പ്രിലിംസ് കുറച്ച് സ്കിൽ സെറ്റ് നമ്മൾ പരിശീലിപ്പിക്കും. മെയിൻസ് അതുപോലെ വേറെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പം ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേ ലക്ക് ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ ആസ്പിറൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രിപ്പറേഷൻ സിമ്പിളായിട്ട് വെക്കുക. ഓവർ തിങ്ക് ചെയ്ത് കുളവാക്കാതെ ടീച്ചേഴ്സൊക്കെ പറയുന്നത് അനുസരിക്കുക. പിന്നെ നിങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. വിജയം ലക്ഷ്യമാക്കി ഇറങ്ങിത്തിരിക്കുക. പക്ഷേ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും നമ്മുടെ കയ്യിലല്ല. നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വിഷയം. അതെ. ശ്രീജ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു സിവിൽ സർവീസിന് വേണ്ടി? എനിക്ക് 6 മണിക്കൂർ ക്ലാസ് ഉണ്ട് ഡെയിലി. ഞാൻ ഫോർച്യൂണിൽ PCM കോഴ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പം 4 മണിക്കൂർ GSൻ്റെ ക്ലാസ്, 2 മണിക്കൂർ ഓപ്ഷണലിൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഫോർച്യൂണ് തന്നെ ഡെയിലി ഷെഡ്യൂളുണ്ട്. അപ്പം ആ ഡെയിലി അത്രയും എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് പഠിച്ച് തീർക്കണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. അതിന് എത്ര സമയം എടുക്കും ഞാൻ ഇരിക്കും, പറ്റുന്ന അത്ര ഞാൻ ഇരിക്കും. ചിലപ്പോൾ അത് 6 hours + 3 hours ആയിരിക്കും, 5 hours ആയിരിക്കും. എനിക്ക് പറ്റുന്നത്ര ഞാൻ ഇരിക്കും. എന്തെങ്കിലും മിച്ചം വരുവാണെങ്കിൽ ഞാനത് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ കവർ ചെയ്യും. സൺഡേ എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാം കവർ ചെയ്യണം എന്നാണ് എൻ്റെ വാശി. ഞാൻ മോസ്റ്റ്ലി ചെയ്യാറും ഉണ്ടായിരുന്നു.
അതിന് വീട്ടുകാരൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കാറുണ്ട് അല്ലേ? നിർബന്ധിക്കാറുണ്ടോ? വീട്ടുകാരുടെ നിർബന്ധമുണ്ടോ? ഇല്ല, എൻ്റെ അടുത്ത് അവർ ഒരിക്കലും ഇരുന്ന് പഠിക്കുന്ന പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ അവരുടെ പ്രോത്സാഹനമാണ്. എല്ലാത്തിനും ജയിക്കും എന്നുള്ള ഒരു പ്രോത്സാഹനമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അല്ലേ? ആ പുതിയ ടീമിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു പുതുതായിട്ടൊരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് എങ്ങനെ അവർ തുടങ്ങണം? സ്റ്റാർട്ട് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ എന്തുകൊണ്ടും NCERTs ഒക്കെ വായിച്ച് തന്നെ തുടങ്ങണം. പിന്നെ പത്രവായന നിർബന്ധമാക്കണം. കാരണം പത്രം വായിക്കുമ്പം വിവരം കിട്ടുന്നതിനപ്പുറം നമ്മുടെ ആ റൈറ്റിംഗ് സ്റ്റൈല് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ പത്രവായന ഒത്തിരി അത്യാവശ്യമാണ്. അപ്പം ഞാനും ആദ്യമൊക്കെ നന്നായിട്ട് പത്രം വായിച്ചു കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഹിന്ദു ആയിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ അത് ഇൻ്റർവ്യൂവിൻ്റെ സമയപ്പോൾ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലോട്ട് മാറി. പക്ഷേ സത്യം പറഞ്ഞാൽ പത്രം നിരന്തരം വായിക്കുക. അതിപ്പം ഹിന്ദു ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും വായിക്കുക. അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വായനയാണ് ഇതിന്റെ പ്രധാന ഘടകം. അതെ, ശരിക്കും വായന. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രിലിംസിനോ MCQs കിട്ടുന്ന അത്രയും പ്രാക്ടീസ് ചെയ്യുക. CSAT ആവട്ടെ GS1 ആവട്ടെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മെയിൻസിൻ്റെ സമയത്ത് മാക്സിമം ആൻസർ റൈറ്റിംഗ് ചെയ്യുക, പറ്റുന്ന അത്രയും ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം മെൻറ്റേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് കറക്റ്റ് ചെയ്യുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒത്തിരി സംസാരിക്കുക, ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുക. അപ്പം ഹാർഡ് വർക്കിൻ്റെ ഒപ്പം ഏറ്റവും വലിയൊരു പങ്ക് പ്രാക്ടീസിനും ഉണ്ട്. പത്രവായന മണിക്കൂറുകളോളം ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഞാൻ തുടങ്ങിയപ്പം 2 മണിക്കൂറൊക്കെ പോവുമായിരുന്നു. കാരണം എല്ലാം ഇരുന്ന് വായിക്കും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആവശ്യമുള്ളത് മാത്രം വായിച്ചാൽ മതി. ജനറലായിട്ടൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക, എഡിറ്റോറിയൽ പേജൊക്കെ. അങ്ങനെ. ഇതിനു മുന്നേ ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഞാൻ 2024 UGC നെറ്റ് ക്ലിയർ ചെയ്തായിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ തന്നെയാണ് ക്ലിയർ ചെയ്തത്. അതിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതെ, അതിൽ ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ പെർസ്യൂ ചെയ്യാൻ പോയില്ല. കേരള PSC ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല? പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഏതൊക്കെ 2 എക്സാം എഴുതിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അതൊന്നും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല? ഇല്ല. കാരണമായിട്ട് നോക്കിയിട്ടില്ല. ഇല്ല, എനിക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ള സിവിൽ സർവീസ് പാസ്സാവുക. അത് എപ്പോഴും അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമായിരുന്നു, ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ PSC എഴുതുന്നു, ഞാൻ പറയും എനിക്ക് PSC ഒന്നും എനിക്ക് എഴുതാൻ ആഗ്രഹമില്ല, എനിക്ക് സിവിൽ സർവീസ് എക്സാമാണ് എൻ്റെ ലക്ഷ്യം. അത് തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് പോവാമെന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. PSCയിൽ 2 ടെസ്റ്റ് എഴുതി, 2ഉം പരാജയമാണെങ്കിലും സിവിൽ സർവീസ് എന്ന ഒറ്റ മോഹമാണ് ഇന്ന് ഈ 57ാം റാങ്കിലെത്തിച്ചത്. PSC നമ്മൾ മുഖവിലേക്ക് എടുക്കാതെ പോയതിന്റെ പേരിലാണ് ഇന്ന് സിവിൽ സർവീസിൽ എത്തിയത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഇല്ലായിരുന്നു, സത്യം പറയുവാണെങ്കിൽ. ഇല്ലായിരുന്നു. അതെ. പഠനമൊക്കെ എങ്ങനെയാണ്? പഠനകാലം മുതലുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ടിപ്പിക്കൽ പഠിപ്പി ബുജി ആ ഒരു കാറ്റഗറിയാണ് സത്യം പറഞ്ഞാൽ. എല്ലാത്തിനും ക്ലാസ് ഫസ്റ്റ് ആണല്ലേ? മിക്കവാറും ക്ലാസ് ഫസ്റ്റ് അടിക്കാറുണ്ട്. +1 +2 എനിക്ക് തോന്നുന്നു ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. 10 വരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആയിരുന്നു എന്ന്. പക്ഷേ ഈ പഠിപ്പി കാറ്റഗറിയിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞ. ഇങ്ങനെ ബുക്കൊക്കെ വെച്ചോണ്ടിരിക്കുക, വായിക്കുക, പഠിക്കുക. ഫുൾ A+ ഉണ്ടായിരുന്നു. പഠിച്ചതൊക്കെ എവിടെയൊക്കെയാണ്? ഞാൻ 6th വരെ ലിറ്റിൽ ഫ്ലോർ കോൺവെന്റ് സ്കൂൾ വെള്ളായണി. അത് കഴിഞ്ഞ് 7th to 10th ഞാൻ ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട്. +1 and +2 സെന്റ് മേരീസ് HSS പട്ടം. സ്പെഷ്യൽ ട്യൂഷൻ ഒക്കെ ഉണ്ടോ എല്ലാ വിഷയങ്ങൾക്ക്? ഇല്ല, ഞാൻ ട്യൂഷനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഇടയ്ക്കിടയ്ക്ക് 2 മാസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകും, പിന്നെ ഞാൻ വെച്ച് മതിയാക്കും. അങ്ങനെയായിരുന്നു. പഠനകാലത്ത് ട്യൂഷൻ ഇല്ലാതെ സ്വന്തം പ്രയത്നത്തിൽ വിജയം നേടിയ വ്യക്തിയാണ്. 1200-ന് 1200 മാർക്ക് +2-ന്. SSLCക്ക് ഫുൾ A+. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്ലസ്സുകൾ നേടി ഇന്ന് വിജയത്തിലെത്തിയ ഒരു വ്യക്തിയാണ്. ഏതിലാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ്? എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഫോറിൻ സർവീസ്. അതെന്താണ് അങ്ങനെ ഒരു മോഹം വരാൻ കാരണം? എനിക്ക് ആദ്യം IAS ആയിരുന്നു. പിന്നെ ഞാൻ BA MA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. അപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു വലിയ പാർട്ടാണ്. അപ്പം അത് പഠിക്കുമ്പോഴാണ് ഫോറിൻ പോളിസിനെ കുറിച്ചും ഡിപ്ലോമസിനെയൊക്കെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് കൂടുതൽ അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി, ഫാസിനേഷനൊക്കെ വന്നു. പിന്നെ ഞാൻ PSIR ഓപ്ഷനിലും കൂടെ പഠിച്ചപ്പം അത് കുറച്ചുകൂടി സ്ട്രോങ് ആയി. അപ്പം അങ്ങനെയാണ് ഞാൻ ഫോറിൻ സർവീസിലെത്തുന്നത്. ഒരു കാര്യം കൂടി, ഞാൻ 2021 ഞാൻ കോളേജിലായിരിക്കുമ്പോൾ എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. അതിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീജ JS IFS എന്ന്. ഒരു ഡയറി ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷേ
ഞാനിത് റീസെന്റ് ആണ് ഈ ഫോട്ടോ IFS എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് കുറെ നാളത്തെ സ്വപ്നം തന്നെയാണ്. ഇപ്പം ഇത് PG ലാസ്റ്റ് ഇയറിൽ തുടങ്ങിയതൊന്നല്ല, ഇത് നേരത്തെ ഇത് മനസ്സിലുണ്ടായിരുന്നല്ലേ. അങ്ങനെ അമ്മയോ അച്ഛനോ പറഞ്ഞുള്ള മോഹമൊന്നും അല്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും അല്ല. അവരെന്റെ അടുത്തൊന്നും അങ്ങനെ പ്രത്യേകം പറയാറൊന്നുമില്ല. ഇങ്ങനെ ഈ വഴിയിൽ പോയാൽ അത് അവിടെ എത്തിച്ചേരാൻ പറ്റും, അങ്ങനെ ഒരു ഡയറക്ഷൻ മാത്രമേ എൻ്റെ അമ്മ തന്നിട്ടുള്ളൂ. ബാക്കി +1 +2 സ്കൂൾ ചൂസ് ചെയ്തതാണെങ്കിലും MCC ചൂസ് ചെയ്തതാണെങ്കിലും കോഴ്സ് ചൂസ് ചെയ്തതാണെങ്കിലും ഇപ്പം ഈ സിവിൽ സർവീസിൻ്റെ ഇത് ചൂസ് ചെയ്തതാണെങ്കിലും എല്ലാം എൻ്റെ തന്നെ ഇഷ്ടമായിരുന്നു. അമ്മ ഏതുവരെ പഠിച്ചു? അമ്മ MA ഹിസ്റ്ററിയാണ്. പഴയ MA ഹിസ്റ്ററിയാണ്. അതെ. ജോലിക്കൊന്നും പ്രയത്നിച്ചൊന്നുമില്ല? അമ്മയ്ക്ക് ജോലി ഒരെണ്ണം മെമോ ഒക്കെ വന്നായിരുന്നു, പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് അത് കിട്ടിയില്ല. അതിനുശേഷം അതിനുശേഷം ഞാൻ ജനിച്ചു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് പിന്നെ എന്നെ എൻ്റെ ബ്രദറിനെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുകയായിരുന്നു അമ്മയുടെ വാശിയും ആഗ്രഹവും. അപ്പം ഫുള്ള് അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ബ്രദർ ഏതിന് പഠിക്കുന്നു? എൻ്റെ ബ്രദർ ലയോള കോളേജിൽ BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ്. ബ്രദർ പിന്നെ സിവിൽ സർവീസിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടോ? അതെനിക്കറിയില്ല. അറിയില്ല. എന്തായാലും ഈ കുടുംബത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സാധിച്ചത് നമ്മുടെ ശ്രീജയിലൂടെ, അല്ലേ? ശ്രീജ, ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ പൊതുജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ അഭിപ്രായം? പൊതുജനങ്ങളോട് ഈ സാധാരണ ഈ IFS ഒക്കെ കിട്ടുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഹങ്കാരം കൂടും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് പബ്ലിക്കിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടോ? സത്യം പറയുവാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടിയിട്ടുള്ളൊരു സേവനമാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലും വേറെ കൺട്രീസിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക, നമ്മുടെ ഡയസ്പോറയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറുടെ ചുമതലകളിൽ ഒരു പങ്കുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ നാടിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സേവന ലക്ഷ്യം കൂടിയുണ്ട് ശ്രീജയുടെ ഈ IFS മോഹത്തിന്, അല്ലേ? നാട്ടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ IFS എന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയല്ലേ എൻ്റെ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും.